നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. കലാമണ്ഡലം സത്യഭാമയുടെ ജാതി അധിക്ഷേപത്തിനിരയായ പ്രശസ്ത നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ പ്രതിഷേധ സൂചകമായി മോഹിനിയാട്ടം അവതരിപ്പിച്ചു. ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയുടെ സമീപമുള്ള കലാഗൃഹത്തിലാണ് പരിപാടി അവതരിപ്പിച്ചത്. രാമകൃഷ്ണനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് DYFI ആണ് പരിപാടി സംഘടിപ്പിച്ചത്. വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ വംശീയാധിക്ഷേപം നടത്തിയ നർത്തകി സത്യഭാമ കലാലോകത്തിന് അപമാനകരമാണെന്നും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടി ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗം കലാമണ്ഡലം ജയ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷനായി. തരംഗ് വൈസ് പ്രസിഡന്റ് വിജയൻ മൽപ്പാൻ, ജോ ചാലക്കുടി, അനശ്വർ പാലത്തിങ്കൽ, പ്രദീപ് പുലാനി, രഞ്ജിത്ത് കലാഭവൻ, സുധീഷ് ചാലക്കുടി, മായ ശശികുമാർ, പ്രഭാത് മാംബ്ര, രാകേഷ് ചാലക്കുടി, സുരേഷ് പവിത്രം തുടങ്ങിയവർ സംസാരിച്ചു. RLV ഡോക്ടർ രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ ആക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ നിലപാട് കേരളീയ സമൂഹത്തിന് അത്യന്തം അപമാനകരമാണെന്ന് KPMS. ഈ വംശീയ അധിക്ഷേപത്തിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുവാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്ന് KPMS ആവശ്യപ്പെട്ടു. രാമകൃഷ്ണന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാളയിൽ പ്രകടനം നടന്നു. ഏരിയ പ്രസിഡന്റ് KV സുബ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ ട്രഷറർ PC ബാബു ഉദ്ഘാടനം ചെയ്തു. വിനയൻ മംഗലപ്പള്ളി, PC സുബ്രൻ, ഷിബു മാടവന, TU കിരൺ എന്നിവർ സംസാരിച്ചു. ട്രേഡിംഗ് കമ്പനിയുടെ വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ച് 25 ലക്ഷം തട്ടിയെടുത്ത യുവാവിനെ അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ ചാപ്പാറ മണ്ണാറത്താഴം സ്വദേശിയായ ഡോക്ടറുടെ 25 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് തമിഴ്നാട് മൈലാപ്പൂരിൽ താമസിക്കുന്ന മലയാളി വിജയ് എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെന്നൈ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന FX യോഗി അഡ്വൈസേഴ്സ് കൺസൾട്ട് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഡയറക്ടർ മൈലാപ്പൂർ മറീന സ്കൂൾ നഗർ വിജയിയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ M ശശിധരനും സംഘവും അറസ്റ്റ് ചെയ്തത്. 68.80 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത വിജയ് ചെന്നൈയിൽ ജയിലിലായിരുന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.